അങ്ങനെയൊക്കെയാ ഉണ്ടായത്. താങ്ക് യു. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും വേണോ? നത്തിങ്. താങ്ക് യു സർ. ആ വന്നവനൊരു കള്ളനായതുകൊണ്ട് ഇത്തവണ എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് പറയാം. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ കാണാൻ ചെക്കനും വീട്ടുകാരും വരുന്നെന്ന്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നടന്നുകൊണ്ട് ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാ അങ്ങനെ എപ്പോഴും നടക്കണമെന്നില്ല. ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിക്കാം. വിജയ് പറ വിജയ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയേ. എന്ത് ചെയ്യാൻ പാടില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയാ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? പേടിക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും പേടിച്ചോടാൻ പാടില്ല. എന്ത് വന്നാലും വീട്ടുകാർക്കെതിരെ തിരിയാൻ പാടില്ല. യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ജയം നമുക്ക് തന്നെ വേണമെന്ന് പറയുന്ന പോലെ ഉണ്ട്. അതെ, യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എന്തായാലും ജയിച്ചേ പറ്റൂ. അതൊക്കെ എങ്ങനെ നടക്കും വിജയ്? ചാൻസസ് ആർ ദ മെന്റേഴ്സ് ടു മേക്ക് എ പാത്ത് എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ കിട്ടുന്ന ചാൻസ് എല്ലാം നമ്മൾ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണം എന്ന് ഒരു തവണ തീരുമാനിച്ച പിന്നെ ആ തീരുമാനമായിരിക്കണം നമ്മൾ മുന്നോട്ട് നടത്തേണ്ടത്. അതാണ് നമ്മളെ ഗൈഡ്, അതാണ് നമ്മളെ മെന്റർ. നോക്കിയിരിക്കും എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഹലോ, ആണോ? ഏത് ഹോസ്പിറ്റലില്? ഇതാ ഇപ്പൊ വരാം. എന്ത് പറ്റി? രാമുവിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അയ്യോ നിക്ക്, ഞാനും കൂടെ വരാം. വേഗം പോവാം. വാ പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമില്ല, സംസാരിച്ചോ. അങ്കിൾ, എടാ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന അങ്കിൾ വീക്കാവനിപ്പോ എന്താ ഉണ്ടായേ? അച്ഛന് പണ്ടേ ഒരു വീട് വെക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ ഇവിടെയൊക്കെ കടം വാങ്ങി 1 കോടി മാറ്റി വെച്ചിരുന്നു. അതുമാത്രമല്ല 50 ലക്ഷം എവിടുന്നോ കടം വാങ്ങി ഒരു വസ്തുവും വാങ്ങിയിട്ടിരുന്നു അച്ഛൻ. എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആ വസ്തു നമ്മുടെ പേരിൽ മാത്രമല്ല വേറെ ആളുടെ പേരിലും രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോഴാണ് മനസ്സിലായത് അവർ പറ്റിക്കായിരുന്നെന്ന്. വസ്തു തന്ന ആളോട് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അയാൾ പറയാ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, നീ നിന്റെ പണി നോക്കുന്നു. എന്നാൽ പിന്നെ തന്ന കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനു തരണമെന്ന് പറഞ്ഞ് അവിടുത്തെ റൗഡികളെ വെച്ച് ഞങ്ങളെ അടിച്ചു. കോടിയും പോയി, വാങ്ങിയ ലാൻഡും പോയി, 50 ലക്ഷവും പോയി. ആ നാണക്കേട് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത്. പറ്റിക്കുന്ന ആൾക്കാരോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ തോറ്റുപോയി ഞാൻ. കടക്കാരൻ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കാൻ വയ്യാതായി എനിക്ക്. അങ്കിളുടെ പ്രശ്നം അവന്റെ പ്രശ്നമാണ്. അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്റെയും പ്രശ്നമാണ്. അവന്റെ പേരെന്താന്ന് പറ അങ്കിൾ. ഗാജുലു ഗംഗാധരൻ. കമ്പനി പേര് GGR ഡെവലപ്പേഴ്സ്. ഇത്ര മാത്രം മതി. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കളി കളിച്ച് ഞെട്ടിക്കണം. അമ്മാവനെ കാണാൻ വേണ്ടി ഒരു മീഡിയേറ്റർ വന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഒരു സൈറ്റ് വന്നിട്ടുണ്ടെന്ന്. കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിച്ചറിഞ്ഞോ? ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം വരാൻ പറഞ്ഞത് ഞാൻ. എന്നിട്ടെന്താ നിന്റെ അഭിപ്രായം? അത് ആ സൈറ്റ് വാങ്ങുന്നത് വേസ്റ്റാന്ന് തോന്നുന്നത്. അല്ല, അതുപോലത്തെ സൈറ്റ് വരുന്നതൊക്കെ വളരെ റെയറാണ്. ശരി, എന്നാ പിന്നെ വരാൻ പറ. ഓക്കെ. രഘു ഇങ്ങ് വന്നേ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എൻ്റെ പേര് രഘു, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. സാർ ടൈം വേസ്റ്റ് ചെയ്ത് വന്ന കാര്യം ഞാൻ പറയട്ടെ സാർ. സാർ ഇവിടെ അടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ സൈഡിലായിട്ട് ഒരു 5 ഏക്കർ സ്ഥലമുണ്ട് സാർ. സാർ അതെങ്ങനെ ഒരു 20 കോടി വരും സാർ, പക്ഷെ നമുക്കതൊരു 17 കിട്ടും. ലിറ്റിഗേഷൻ സൈറ്റ് ആണോ? അയ്യോ, അങ്ങനത്തെ ഒരു ലിറ്റിഗേഷൻ വരാനുള്ള സാധ്യതയേ ഇല്ല സാർ. കാരണം ഡബിൾ പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു സംഭവം ഞങ്ങൾ ദുബായിൽ ചെയ്താ. ഇപ്പോൾ റെഡി ക്യാഷ് ഉള്ള ഒരാൾ വന്നാൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്ത് അത് വിറ്റ് നമുക്ക് എല്ലാവർക്കും ഒരു ഗുണമുണ്ടാവുമെന്ന് ഓണർ പറഞ്ഞു. ഇതാണ് അയാൾ പ്രോഫിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാനേജ്മെന്റ്? ഇത് പുതിയതാണല്ലോ, ഞാനിതുവരെ കേട്ടിട്ടില്ലേ. എടാ പിന്നെ വലിയ വലിയ പ്രോഫിറ്റ് മാനേജ്മെന്റ് ഒക്കെ ഇങ്ങനെ അമ്മാവാ. കണ്ടില്ലേ, വാങ്ങുന്നതിന് മുമ്പേ 5 കോടി രൂപ ലാഭം. ഈ സൈറ്റ് യാതൊരു കാരണവശാലും വിട്ട് കളഞ്ഞാക്കല്ലേ. ശരിടാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്താ പ്രോഫിറ്റ് മാനേജ്മെന്റ്? പാല് തൈരാവുന്നതും അത് കടഞ്ഞെടുത്ത് പിന്നീട് നെയ്യാവുന്നതും പോലെ. എന്തൊക്കെ ഐഡിയ ഈ മൊട്ടത്തലക്കകത്ത് വെച്ചേക്കുന്നത്. എന്റെ അമ്മ സമ്മതിക്കണം കേട്ടോ. നീ എന്നെ ഒരുപാട് അങ്ങനെ പുകഴ്ത്തല്ലേ. നീ അങ്ങനെ പുകഴ്ത്തുമ്പോ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു. തലയിൽ ഒരു മുടി ഇല്ലല്ലോ. എന്താ അമ്മാവ, എല്ലാം നന്നായിട്ട് നടക്കത്തേ. നീ ചെന്ന സൈറ്റ് കാണാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. പോയിട്ടോ. ഏക്കറിന് 5 കോടി. നല്ല നേരത്തിനും നമ്മുടെ കയ്യിൽ വന്ന് പെട്ടു. സംഗതി നിന്നു.
ഇപ്പോഴേ എന്റെ മരുമകൻ അമേരിക്കയില് മെസൽ ലേണിംഗില് ഒരു അഡ്വാൻസ് ടെക്നോളജി ആരംഭിച്ചിരിക്കുക. ഇന്നലെ വീട്ടിലേക്ക് വന്നായിരുന്നു. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണെന്ന് അറിയാലോ. അതിനു വേണ്ടി ഒരു ആപ്പ് റെഡിയാക്കി തന്നു. ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മള്, അതായത് ഞാൻ ഏത് മൂഡിലാണോ ഉള്ളത് ആ മൂഡിനനുസരിച്ച് പാട്ട് സ്വയം സെലക്ട് ചെയ്ത് അത് തന്നെ പ്ലേ ചെയ്യും. തൊട്ട് MP ആപ്പ്, അതായത് മൂഡ് പ്ലേ ആപ്പ് എന്ന്. എല്ലാം ഓട്ടോമാറ്റിക്കാ. മിഷനിലെ കിങ്. സൂപ്പർ അമ്മാവാ. മിഷൻ പോലെ നമ്മളെ സഹായിക്കാനുണ്ടല്ലേ? അങ്ങനെയും പറയാൻ പറ്റില്ല. സംസാരിക്കാനല്ല, പാട്ടിന് മാത്രമേ ഉള്ളൂ. അമ്മാവാ കണ്ടോ, 20 കിലോമീറ്റർ മയിൽക്കുറ്റി. നിർത്ത് വണ്ടി നിർത്ത, വണ്ടി നിർത്ത. ഹലോ, ഒന്ന് നിക്കണേ. നിങ്ങള് പുതിയതായിട്ട് വന്ന MROയാ. ജോയിൻ ചെയ്തിട്ട് 3 ദിവസമേ ആവുന്നു. തോന്നി, ഗവൺമെന്റ് വണ്ടി കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ MRO ആയിരിക്കുന്നു. ഇതിനു മുമ്പ് മോഹൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹത്തിന് പകരല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നത്? അതെ അതെ, അതിരിക്കട്ടെ. നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ? അമ്മാവൻ ഞാൻ പറയാം, ഇത് ഗംഗാധരൻ എന്റെ അമ്മാവനാ കേട്ടോ. ഗെലിസ്റ്റേറ്റ് കിങ്ക. കണ്ണാടി ഓക്കെ. GGR കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ വലിയ കമ്പനിയാ. അല്ല, സാർ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. പറയാൻ മാത്രം ഒന്നുമില്ല. ഈ സൈറ്റ് വാങ്ങാൻ ആരോ വരുന്നുണ്ട്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ചക്രവർത്തി എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതിനുവേണ്ടി റീസർവേ ചെയ്യാൻ വന്നതാ. അപ്പൊ ശരി. ശരി ശരി. സാർ തൊട്ടടുത്ത് സൈറ്റ് നോക്കാൻ ആള് വരുന്നുണ്ട് സാർ. സാർ ഞാനങ്ങോട്ട് പോട്ടെ. സാർ ഇവിടെ നോക്കൂലല്ലേ? ഓ, വലിയ ബിസിയാണെന്ന് തോന്നുന്നല്ലോ. നമ്മളെക്കാളും മീഡിയേറ്റർ അമ്മാവ എപ്പോഴും ബിസി ആയിട്ടുള്ള. എല്ലാവർക്കും അവരവരുടെ ജോലി ഉണ്ടാവല്ലോ. ചെല്ല്. This land belongs to Dr. Dhanraj Chakravarti. ബോർഡില് സാറിന്റെ പേരിന് എന്തൊരു തിളക്കാന്ന് നോക്കിയാടാ. രാജെന്നുണ്ട്, ചക്രവർത്തി എന്നുണ്ട്. ധനം ഉണ്ടല്ലോ അമ്മാവ. പേരാണെങ്കിൽ ഇതുപോലത്തെ നടക്കൂ സാർ, നടക്കൂ. സൈറ്റ് എന്തായാലും കൊള്ളാലോ. മൈതാനം പോലെ കിടക്കല്ലേ ഏക്കർ കണക്ക്.